ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ആക്റ്റീവ 5G വണ്ടി സ്റ്റാർട്ടിങ്ങിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ട് വന്നതാണ്. അതായത് സെൽഫ് അടിക്കുമ്പോൾ സ്റ്റാർട്ട് ആവുന്നില്ല എന്നുള്ളതാണ് കംപ്ലയിൻറ്റ് പറഞ്ഞത്. പക്ഷേ ശരിക്കും സെൽഫിന് കിക്കറടിച്ചാലും വണ്ടി സ്റ്റാർട്ടായി കിട്ടാനായിട്ട് ഒരുപാട് താമസവും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഈ പ്ലഗിലേക്ക് പോണ പവർ, അതായത് സ്പാർക്ക് പ്ലഗിനകത്തേക്ക് HT കോയിലിൽ നിന്ന് വന്ന കറണ്ടിൻ്റെ അളവിൽ വേരിയേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യണ സമയത്ത് അതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ എൻജിൻ്റെ ഇൻസൈഡ് ഉള്ളിൽ വരുന്ന കോയിൽ അസംബ്ലിയാണ് അതിൻ്റെ പ്രോബ്ലം കേട്ടോ, ഈ ഇരിക്കണ കോയിൽ. അപ്പോൾ അത് മാറ്റി വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ വണ്ടി ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഇല്ല. ഇതാണ് അതും വരുന്ന പഴയ കോയിൽ. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാണ്. ഇപ്പോൾ പുതിയ കോയിൽ വെച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്തിപ്പോൾ വണ്ടി ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ സെൽഫ് പോകുമ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഒരച്ചിൽ സൗണ്ട് ഉണ്ടായിരുന്നു. ആ സെൽഫിൻ്റെ അവിടെ നിന്ന് എഞ്ചിൻ സ്റ്റാർട്ടായിട്ട് നിൽക്കുന്ന സമയത്ത് പോലും ചെറിയൊരു ഒരച്ചിൽ സൗണ്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഭാഗത്ത് വരുന്ന ബെൻഡെക്സ് യൂണിറ്റിൻ്റെ ഇവിടെ ഒരു ഒരയുന്ന ഒരു മാർക്ക് ഇവിടെ കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ വന്ന വീല് ടച്ച് ആവുന്നതാണ്. ക്രാങ്കിൻ്റെ അലൈൻമെൻറ്റിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്, അതുകൊണ്ടാണ് ആ പ്രോബ്ലം വരുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അലൈൻ ചെയ്തിട്ടേക്കാം. കാരണം അത് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓയിൽ ലീക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് കാണിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാരംഭ ലക്ഷണമാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതും ഈ പറഞ്ഞേക്കണ കംപ്ലയിൻ്റ് ആയിട്ടൊന്നും യാതൊരു ബന്ധമില്ല. പക്ഷേ എങ്കിൽ കൂടി നമ്മൾ ആ ഒരു കംപ്ലയിൻറ്റ്, ഈ ഒരു കംപ്ലയിൻറ്റ് നമുക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ജസ്റ്റ് എത്രത്തോളം അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് അഴിച്ച് ചെക്ക് ചെയ്തതാണ്. അപ്പോൾ ഒന്ന് അലൈൻ ചെയ്തിട്ടേക്കാം കേട്ടോ. അതേപോലെ തന്നെ ആ കോയിൽ അസംബ്ലി നമുക്കൊന്ന് മാറ്റി റീസെറ്റ് ചെയ്തേക്കാം. കാരണം ശരിക്കും ആ സ്റ്റാർട്ടർ കോയിലിൽ ആയിരുന്നു ആ കംപ്ലയിൻറ്റ് കാണിച്ചുകൊണ്ടിരുന്നത്. ഐറ്റത്തിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 1068 രൂപയാണ് പാർട്സിൻ്റെ റേറ്റ് തന്നെ കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ ഫിറ്റിംഗ് ചാർജ് കാര്യങ്ങളൊക്കെ വരും. പിന്നെ ആ ക്രാങ്ക് ഒന്ന് അലൈൻ ചെയ്തിടാം. കാരണം അതല്ലാന്നുണ്ടെങ്കിൽ അത് കൂടുതൽ കംപ്ലയിൻറ്റിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാനൊരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടോളൂ കേട്ടോ.